അനന്തൻ, ഞങ്ങളുടെ കൈ ശുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് ഇനിയും ഈ വിഷയത്തിൽ പ്രതിരോധിച്ച് കടിച്ചു തൂങ്ങാൻ ഈ വിഷയത്തിൽ ഇനി CPM-നോ പിണറായി സർക്കാരിനോ സാധിക്കുമോ? ജനങ്ങൾ അങ്ങനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു CPM നേതാവ് ഇപ്പോൾ അറസ്റ്റിലാകുന്ന പശ്ചാത്തലത്തിൽ. അക്ഷയ, CPM അസ്വസ്ഥമാണ്. MV ഗോവിന്ദൻ പ്രതികരണത്തിൽ അക്കാര്യം വ്യക്തമാണ്. മാത്രമല്ല, പത്മകുമാറിനെ പൂർണ്ണമായും അങ്ങോട്ട് തള്ളിക്കളയുന്നുമില്ല. ആരോപണ വിധേയൻ മാത്രമേ ആയിട്ടുള്ളൂ. കോടതിയിലാണ് ചാർജ് ഷീറ്റുകൾ വന്നതിന് ശേഷമുള്ള നിയമ നടപടികൾ നടത്തിക്കഴിഞ്ഞ് കോടതി കുറ്റം തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരാൾ കുറ്റവാളിയാകൂ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ ഏറ്റവും ഒടുവിൽ MV ഗോവിന്ദൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് ചോദിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് എന്ന് പത്മകുമാറിനെ അതല്ല എന്നുള്ള പരോക്ഷമായ സൂചന നൽകിക്കൊണ്ടൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും പത്മകുമാറിന്റെ പ്രവൃത്തികളിൽ CPM-ന് അമർഷമുണ്ട്. പക്ഷേ CPM-ന്റെ ഒരു നേതാവ് എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത്തരമൊരു അറസ്റ്റ് ഉണ്ടായതിലുള്ള അമർഷവും CPM-ന് ഉണ്ട്. ഒരു പക്ഷേ കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ കൂടി ഉണ്ടായതുകൊണ്ടാണ് ഈ അറസ്റ്റ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ സംഭവമായിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം വേഗത്തിൽ അല്ലെങ്കിൽ ഇതിലും വൈകി ഈ അറസ്റ്റ് നടക്കാനാണ്, അല്ലെങ്കിൽ പത്മകുമാറിലേക്ക് അന്വേഷണം എത്താനാണ് സാധ്യതയുള്ളത്. ഏതായാലും CPM-ന് ഇതിൽ നിന്ന് പറഞ്ഞൊഴിയാൻ, രാഷ്ട്രീയമായി പറഞ്ഞൊഴിയാൻ കഴിയില്ല. കാരണം പത്മകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അവരോധിച്ചത് CPM-ആണ്. CPM-ന്റെ രാഷ്ട്രീയ തീരുമാനമാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ കൂടി താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പത്മകുമാറിനെ ദേവസ്വം പ്രസിഡന്റായി 2019 തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം അന്ന് മന്ത്രിയായിരുന്നവർക്ക് പോലും ഈ ആരോപണത്തിൻ്റെ ചോദ്യമുനയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ട് സന്നിധാനത്ത് ശബരിമലയിൽ പവിത്രമായ സ്വർണ്ണ ഉരുപ്പടികൾ കൊള്ള ചെയ്തു എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുമ്പോൾ അത് എന്തുകൊണ്ടാണ് അന്ന് ദേവസ്വം മന്ത്രി അടക്കം കാണാതെ പോയത്, സർക്കാർ അടക്കം ഇതറിയാതെ പോയത്? ഒരുപാട് ഇന്റലിജൻസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന അതീവ സുരക്ഷാ മേഖലയാണ് ശബരിമല. അപ്പോൾ ശബരിമലയിൽ സർക്കാർ സംവിധാനത്തെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥരെ കൊണ്ട് കൃത്രിമ ഉത്തരവുകൾ, രേഖകളിൽ ക്രമക്കേട് കാണിച്ച് ഇങ്ങനെ ഒരു കൊള്ള നടത്തുമ്പോൾ അതെന്തുകൊണ്ടാണ് 2019 സർക്കാർ അറിയാതെ പോയത്, ദേവസ്വം മന്ത്രി അറിയാതെ പോയത് എന്നൊക്കെയുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് സർക്കാരും CPM-ഉം മറുപടി പറയേണ്ടി വരും. അത് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് അത് സജീവ ചർച്ചയായി ഉയരുകയും ചെയ്യും. എൻ വാസുവിൻ്റെ അറസ്റ്റിൽ തന്നെ CPM പ്രതിസന്ധിയിലായതാണ്. അതിനേക്കാൾ പ്രതിസന്ധിയാണ് ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകുമ്പോൾ, ഇടനിലക്കാരനായിട്ടുള്ള പോറ്റി അറസ്റ്റിലാകുമ്പോൾ വരെ പത്മകുമാർ ഉൾപ്പെടെ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള എൻ വാസു ആണെങ്കിലും ഇവർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഉദ്യോഗസ്ഥരെ ഒരു തരത്തിൽ അവരും കൊള്ളക്കാരാണെങ്കിൽ പോലും അവരെ ബലിയാടുകളാക്കിക്കൊണ്ട് ഒരിടത്ത് സുരക്ഷിതമായി ഇരിക്കുകയായിരുന്നു SIT. ഒടുവിലാണ് ഇവരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്ന നിലയിൽ പത്മകുമാർ, ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്, ആ തരത്തിൽ പത്മകുമാർ എങ്ങനെയൊക്കെയാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നത്? എവിടെ മുതലാണ് SIT-യുടെ കണ്ടെത്തലുകൾ, എവിടെ മുതൽ ഈ കൊള്ള തുടങ്ങിയിട്ടുണ്ട്? എവിടെ മുതൽ പത്മകുമാർ തന്നെയാണോ ഇതിന്റെ ലീഡിംഗ് തലപ്പത്തുള്ളത്? തീർച്ചയായിട്ടും ഈ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകൻ പത്മകുമാർ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഈ ഘട്ടം എത്തി നിൽക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് അന്വേഷണം പോയേക്കാം. കാരണം ഈ മോഷ്ടിച്ചെടുത്ത ഉരുപ്പടികൾ എങ്ങോട്ട് കൊണ്ടുപോയി, അത് ഉരുക്കി സ്വർണ്ണമാക്കി വിറ്റു എന്നുള്ള മൊഴിയിലൊന്നും അന്വേഷണ സംഘം വിശ്വസിക്കുന്നില്ല. പക്ഷേ അതൊരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് കൈമാറാനോ അതല്ലെങ്കിൽ ഭക്തിയുടെ മാർക്കറ്റിൽ വിൽക്കാനോ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്താനുള്ള സാധ്യതയാണ് SIT കാണുന്നത്. അതിലേക്ക് ഉള്ള അന്വേഷണത്തിൽ ഒരുപാട് പരിമിതികൾ ഇപ്പോൾ SIT നേരിടുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള തെളിവുകളും SITക്ക് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനു മുൻപുള്ള ഈ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തത്, അതുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഈ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകനായി മാറിയത് പത്മകുമാർ ആണ് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിലേക്ക് SIT വന്നത് ദീർഘമായ അന്വേഷണത്തിലൂടെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുരാരി ബാബു അടക്കം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന KS ബൈജു, അതുപോലെ തന്നെ എൻ വാസു അടക്കമുള്ളവരുടെ മൊഴി. ആ മൊഴികളിലെല്ലാം അവർ പറയുന്നത് പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കിയ ഉത്തരവുകൾ ഇറക്കിയത്. മഹസറുകൾ തയ്യാറാക്കാതെ, കൃത്യമായ മഹസറിൽ ഉൾപ്പെടുത്താതെ ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവശം കൊടുത്തുവിട്ടത്, അങ്ങനെയൊക്കെയുള്ള മൊഴി, അതുപോലെ കട്ടളപ്പാളി ഇളക്കി കൊണ്ടുപോയത്, അതെല്ലാം കൃത്യമായി പത്മകുമാർ പറഞ്ഞിട്ടാണ് എന്നുള്ള മൊഴിയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പത്മകുമാറിൻ്റെ അറസ്റ്റ് പെട്ടെന്ന് നടത്താതെ കൂടുതൽ നിരീക്ഷണത്തിലാക്കിക്കൊണ്ട്
കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയായിരുന്നു. അതിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതിൻ്റെ വിവരങ്ങൾ, ഭൂമി ഇടപാട് നടത്തിയതിൻ്റെ വിവരങ്ങൾ, അങ്ങനെ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ SITക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് ഈ ആഴ്ച നാളേക്കപ്പുറം പത്മകുമാറിൻ്റെ അറസ്റ്റ് പോകേണ്ടതില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ SIT തീരുമാനിച്ചത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 7 മണിക്ക് മാതൃഭൂമി ന്യൂസ് ബ്രേക്കിംഗ് ആയി വാർത്ത നൽകിയത് പത്മകുമാർ റഡാറിലാണ് എന്നുള്ള കാര്യം. അക്ഷയ, തീർച്ചയായും പത്മകുമാർ റഡാറിലാണെന്നുള്ള വാർത്ത മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്ക് ഇപ്പുറത്തേക്കാണ് പത്മകുമാറിന്റെ അറസ്റ്റ് SIT സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് മാതൃഭൂമി ന്യൂസാണ്.